വയനാട് മാനന്തവാടിയിൽ കാണാതായ കുട്ടിയെ കണ്ടെത്തി. സ്വകാര്യ എസ്റ്റേറ്റിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. പ്രതി ദിലീഷിനെയും പിടികൂടി. വിവരങ്ങളുമായി അർജുൻ ഒപ്പം ചേരുന്ന അർജുൻ, കുട്ടിയെ കണ്ടെത്തി, അത് ആശ്വാസ വാർത്തയാണ്. വിവരങ്ങൾ എന്താണ്? കൃഷ്ണാജി, ഇന്നലെ രാത്രി മുതൽ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ കുട്ടിയെ കണ്ടുകിട്ടിയത്. അതായത് സ്വകാര്യ എസ്റ്റേറ്റിലെ ആളൊഴിഞ്ഞ വീടിനുള്ളിൽ നിന്നാണ് ഈ ദിലീഷിനെയും അതുപോലെ തന്നെ കുട്ടിയും കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഇയാൾ പ്രവീണയെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർ കുറച്ചുനാളെ വലിയ രീതിയിലുള്ള അസ്വാരസ്യത്തിലൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ തുടർന്നാണ് ഇന്നലെ രാത്രി ഇയാൾ ഈ വീട്ടിലെത്തുകയും തുടർന്ന് ഈ പ്രവീണയെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ 14 വയസ്സുകാരി, ഈ കുട്ടിയുടെ ചേച്ചി 14 വയസ്സുകാരി, ആ 14 വയസ്സുകാരിയുടെ ചെവിക്കും അതുപോലെ തന്നെ കഴുത്തിനും വലിയ രീതിയിലുള്ള ഒരു പരിക്കേറ്റിരുന്നു. ഇവർ ഇപ്പോൾ ഈ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ആ കുട്ടിയുടെ അടക്കം മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ 9കാരിയും ഈ ദിലീഷ് ഈ 9കാരിയെയും കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഈ പോലീസ് സ്ഥിരീകരിക്കുന്നത്. തുടർന്നാണ് പോലീസ് ഈ പ്രദേശത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തിയത്. പക്ഷേ ഈ കാലാവസ്ഥ വലിയ രീതിയിലുള്ള ഒരു പ്രതികൂലമായ കാലാവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഈ പരിശോധന നടത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ തന്നെയും ഫയർഫോഴ്സിന്റെയും വനംവകുപ്പിന്റെയും അടക്കം സേവനങ്ങൾ തേടിക്കൊണ്ടാണ് പോലീസ് ഈ പരിശോധന നടത്തിയത്, ഈ തെരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിലിനൊടുവിലാണ് കാട്ടിൽ ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ നിന്നും ഈ ദിലീഷിനെയും അതുപോലെ തന്നെ ഈ 9 വയസ്സുകാരിയെയും കണ്ടുകിട്ടുന്നത്. 9 വയസ്സുകാരി യാതൊരു കുഴപ്പവുമില്ല, സേഫാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിലീഷിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഈ കൂടുതൽ വൈരാഗ്യം ഉണ്ടാകാൻ കാരണം, ഇത്തരത്തിലുള്ള വൈരാഗ്യം ഉണ്ടാകാൻ കാരണം എന്നുള്ളത് ഇതുവരെയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു. ദിലീഷ് ഈ കാട്ടിൽ നിന്നതിന് ശേഷം പിറ്റേ ദിവസം കർണാടകയിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പോകുവാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിൽ ആയിരുന്നു എന്നുള്ളതാണ് പോലീസ് നമ്മളോട് പറഞ്ഞത്. ഇന്ന് രാവിലെ വരെ, അതായത് പുലർച്ചെ വരെ യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് ഈ 9 വയസ്സുകാരിയുടെ മൊഴി എടുത്തതിന് ശേഷമാണ് കൂടുതൽ തെരച്ചിലിലേക്ക് പോലീസ് കടന്നത്. പിന്നീട് ഈ കാടുകളൊക്കെ കേന്ദ്രീകരിച്ച്, തിരുനെല്ലി പ്രദേശത്തുള്ള കാടുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലായിരുന്നു. ആ പരിശോധനയിലാണ് കുട്ടിയും ഈ ദിലീഷിനെയും കണ്ടെത്തുന്നത്. കൃഷ്ണൻ. ശരി, വയനാട് മാനന്തവാടിയിൽ കാണാതായ കുട്ടിയെ കണ്ടെത്തി. സ്വകാര്യ എസ്റ്റേറ്റിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. പ്രതി ദിലീഷിനെയും പിടികൂടിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ.